പൂഞ്ഞാർ കൂവപ്പള്ളിയിൽ LDF പ്രവർത്തകരെ പോലീസ് തടയുന്നുവെന്ന പരാതി. പിന്നാലെ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രവർത്തകരെ അനാവശ്യമായി വിരട്ടിയോടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ടാണ് ആരോപണം. BJPക്ക് വേണ്ടിയാണ് പോലീസ് പ്രവർത്തിക്കുന്നതെന്ന് LDF ആരോപിച്ചു. ഇവിടെ ഒരു ഇഷ്യൂ ഇല്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്ന സബ് ഇൻസ്പെക്ടറെ പോലീസിന്റെ ജോലി ലോ ആൻഡ് ഓർഡർ പാലിക്കലാണ്. അവരോടൊന്നും പ്രശ്നമില്ല. LDF പ്രവർത്തകരുടെ മേലെ മാത്രം ഒന്ന് വെക്കേണ്ടി വരും. അത്ര അഭ്യാസമൊന്നും വേണ്ട കേട്ടോ. ഇവിടെ ഒരു ഇഷ്യൂ ഇല്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്ന സബ് ഇൻസ്പെക്ടറെ പോലീസിന്റെ ജോലി ലോ ആൻഡ് ഓർഡർ പാലിക്കലാണ്. ലോ ആൻഡ് ഓർഡർ ഞാൻ വക്കീലാണ്. പാറത്തോട് പഞ്ചായത്തിലെ കൂവപ്പള്ളി, അതായത് പൂഞ്ഞാർ നിയമമണ്ഡലത്തിലെ 102, 103, 104 ബൂത്തുകൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളി പോലീസ് LDF പ്രവർത്തകരോട് പക്ഷപാതപരമായി പെരുമാറുന്ന ഒരു നിലയുണ്ടായി. BJPയുടെ സ്വാധീനത്തിന് വഴങ്ങി BJP പ്രവർത്തകർക്ക് വേണ്ടി LDF പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും അവിടെ നിന്ന് പ്രവർത്തകരെ ഓടിക്കുകയും ഒക്കെ ചെയ്യുകയും വളരെ മോശമായ ഭാഷകൾ ഉപയോഗിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത സ്ഥിതിയുണ്ടായി. അത് പ്രവർത്തകർ എന്നെ വിളിച്ച് പരാതി പറയുകയും അതേപോലെ തന്നെ ഞാനതുവഴി ബൂത്ത് സന്ദർശനമായി ചെന്ന അവസരത്തിൽ പോലീസിനെ അത് സംബന്ധിച്ച് താക്കീത് ചെയ്യുകയും പോലീസുമായി ചെറിയ ചില വാഗ്വാദം ഉണ്ടാവുകയും ചെയ്തു. പോലീസ് BJP പ്രവർത്തകരുടെ BJPയുടെ സ്വാധീനത്തിന് വഴങ്ങി പ്രവർത്തിച്ച ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അഖിൽ, വിവരങ്ങളുമായി അഖിൽ, ഇപ്പോൾ പൂഞ്ഞാറിൽ എന്താണ് ഇപ്പോൾ വലിയ ആരോപണമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്? BJPക്കെതിരെയാണ് ആരോപണം. BJP ഇതിനോട് പ്രതികരിച്ചോ? എന്താണ് പോലീസ് പറയുന്നത്? സ്മൃതി, വിഷയവുമായി ബന്ധപ്പെട്ട SIക്കെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വരുന്നത്. കാരണം SIയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെയുള്ള LDF പ്രവർത്തകരെ സമാധാനപരമായി ഈ ബൂത്തുകൾ, അതായത് 102, 103, 104 പൂപ്പള്ളിയിൽ ഈ 3 ബൂത്തുകൾക്ക് പ്രവർത്തിക്കുന്ന കേന്ദ്രം, ആ ഭാഗത്താണ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടായത്. ഇവരെ അകാരണമായി അവിടെ കൂടി നിൽക്കുന്ന പ്രവർത്തകരോടൊക്കെ പിരിഞ്ഞ് വീട്ടിൽ പോകണമെന്നും അവരോടൊന്നും അവിടെ നിൽക്കാൻ കഴിയില്ല എന്നും ഇത്തരത്തിൽ ആവശ്യപ്പെട്ടു. വളരെ മോശമായ ഭാഷയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറി എന്നൊരു ആരോപണമാണ് വരുന്നത്. അതിന് പിന്നാലെയാണ് സ്ഥലം MLA കൂടിയായിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവിടേക്ക് എത്തുകയും പിന്നീട് SIയുമായിട്ടുള്ള ഒരു വാക്കുതർക്കത്തിലേക്കടക്കം കാര്യങ്ങൾ പോയത്. എന്തായാലും ഈ സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകണമെന്ന നിർദ്ദേശമാണ് MLA പ്രവർത്തകർക്കും ബൂത്ത് കമ്മിറ്റി അംഗങ്ങൾക്കും നൽകിയിട്ടുള്ളത്. 3 ബൂത്തുകളിലെ അംഗങ്ങളോടാണ് ഇത്തരത്തിൽ മോശമായി SI പെരുമാറി എന്നൊരു ആരോപണം എന്തായാലും ഉയർന്നു വരുന്നത്. അതായത് BJPയുടെ അകപ്പെട്ടുകൊണ്ട് BJPക്ക് വേണ്ടി ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഭരണകക്ഷിയിലെ തന്നെ ഒരു MLA ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ അവിടെ പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ നടപടിക്കെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന കാര്യം തന്നെയാണ് MLAയും അതുപോലെ തന്നെ മറ്റുള്ളവരും പറയുന്നത്. സ്മൃതി, ശരി, അഖിലാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.